സമാധി സമാധി സമാധി. എൻ്റെ അപ്പൂപ്പനെ ഞാൻ സമാധി ചെയ്തിട്ടുണ്ട്, എൻ്റെ അച്ഛനെ ഞാൻ സമാധി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നെയ്യാറ്റിൻകരയുള്ള ഗോപൻ സ്വാമിയുടെ സമാധി നമ്മുടെ അന്ന് കല്ലറ ഇന്ന് പൊളിക്കാനായിട്ട് കുറച്ച് പോലീസുകാരും സബ് കളക്ടറൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു വിഭാഗം ആൾക്കാർ അതിന് ഭയങ്കര രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. അവർ എന്തുകൊണ്ടാണ് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് എന്നറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് കല്ലറ എന്ന് പറയരുത്, സമാധി എന്നേ പറയാവൂ എന്ന് പറഞ്ഞ് റിപ്പോർട്ടർമാരോട് ചാടിക്കടിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ. ഇവരൊക്കെ അരിയാണോ കഴിക്കുന്നത് അതോ വല്ല മണ്ണും അരിയാണോ തിന്നുന്നത് എന്നറിയില്ല. അപ്പം ഇന്ന് അവിടുത്തെ ആ കല്ലറ പൊളിക്കൽ നടന്നിട്ടില്ല. കല്ലറ പൊളിച്ചാലാണ് ഇനി അതിൻ്റെ ഉള്ളിൽ ആളുണ്ടോ, എന്തവസ്ഥയിലാണ് എന്നൊക്കെ അറിയാൻ പറ്റൂ. അപ്പം ഇവരെ സപ്പോർട്ട് ചെയ്യാമെന്ന തിരുവനന്തപുരത്തൊന്നും ആ പ്രദേശവാസി അല്ലാത്ത ഏതോ ഒരാൾ പുള്ളി വന്നിട്ട് പറഞ്ഞത് എൻ്റെ അപ്പൂപ്പൻ സമാധി അടഞ്ഞിട്ടുണ്ട്, എൻ്റെ അപ്പൻ സമാധി അടഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയൊക്കെയോ വന്ന് പൊട്ടിക്കീറുവാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഇവന്മാരുടെയൊക്കെ വീടുകളിൽ കൂടെ പോയി ഒരു അന്വേഷണം നടത്തേണ്ട അവസ്ഥയാണ് കേട്ടോ. കാരണം ഇവർ പറയുന്നത് ഞങ്ങളുടെ വിശ്വാസം ഹൈന്ദവത അത് തകർക്കാൻ ആരെയും സമ്മതിക്കില്ല, അവിടെ മറ്റ് മതസ്ഥർ വർഗീയത ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയാണ് എന്ന് പറഞ്ഞ് ഇവർ തന്നെയാണ് അവിടെ വർഗീയത കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത്. സാധാരണക്കാരൻ്റെ രീതി ചിന്തിച്ച ഏതൊരാൾക്കും മനസ്സിലാകും, ഒരാളെ ഇപ്പം തല്ലിക്കൊന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടിട്ട് സമാധിയാണ്, അതിനകത്ത് പോലീസുകാർ തുടരരുത്, കോടതി ഇടപെടരുതെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നരബലിയുടെ പേരിൽ ഓരോരുത്തരെ കൊല്ലുന്നു, അത് ഞങ്ങളുടെ വിശ്വാസമാണ്, അതിനകത്ത് ആരും ഇടപെടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കേസാണോ? ഇത് കേരളമല്ലേ. അപ്പോൾ ആ കേസ് അങ്ങനെയൊന്നും പോകുമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. അത് എത്ര വലിയ വിശ്വാസികളാണേലും അവന്മാരെ അന്ധവിശ്വാസികളെന്നേ പറയാൻ പറ്റൂ. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ആ നെയ്യാറ്റിൻകര ബാലരാമപുരം എന്ന് പറയുന്ന നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പം അത് എന്താണെങ്കിലും ആ കല്ലറ പൊളിക്കാതിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പൊളിക്കും. പിന്നെ അവർക്ക് എന്താ നോട്ടീസ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പം അതിൻ്റെ ഒരു പ്രൊസീജിയർ ആയിരിക്കാം. ചിലപ്പോൾ അത് കൊടുത്തിട്ട് അവർ പറഞ്ഞ് മനസ്സിലാക്കുക വീട്ടുകാർ. എന്തായാലും പൊളിക്കും. വിശ്വാസം എന്ന് പറഞ്ഞ് ഒരാളെ കൊന്ന് അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട് ഇവരെന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അവിടെയുള്ള ക്ഷേത്രം വലിയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റണമെന്നാണ് ആഗ്രഹം. അപ്പോൾ തീർത്ഥാടന കേന്ദ്രമാക്കാനായിട്ട് കുറച്ച് പൈസ കിട്ടുന്ന പരിപാടിയാണ്. അപ്പോൾ അന്തത്തിൻ്റെ ശരിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ട് അച്ഛൻ സമാധി ചെയ്താന്ന് പറഞ്ഞതാണെങ്കിലോ ഒന്നും പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇന്നത്തെ കാലത്ത് ഇത് കൂട്ടുള്ള കുറേ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളുമായിട്ട് വരരുത്. അവരെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ട് എന്ന് പറയുമ്പം അതിശയമൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ അമ്മേനെ തല്ലിയാലും രണ്ട് പക്ഷം എന്ന് പറയുന്നത് പോലെ ഇതിനും രണ്ട് പക്ഷം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. പക്ഷെ ഇത്രത്തോളം വർഗീയമായ രീതിയിൽ അവർ ചിന്തിക്കും, വർഗീയമായ രീതിയിൽ അവർ പ്രവർത്തിക്കും എന്നൊന്നും വിചാരിച്ചില്ല. അപ്പോൾ അവിടുത്തെ മറ്റൊരു വിഭാഗം മതസ്ഥരാണ് ഇതിന് കാരണമെന്ന് പറഞ്ഞാണ് ഇപ്പം ഈ സമാധി കുടുംബവും അവരെ പിന്താങ്ങുന്നവർ എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ പരിപാടി പൊളിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ വന്നത്, സബ് കളക്ടറൊക്കെ വന്നത് വെറുതെയായി. ഇനിയിപ്പോൾ ബാക്കി പ്രൊസീജിയേഴ്സ് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് എന്തായാലും നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം കോടതി ഒരിക്കലും അത് പൊളിക്കരുത് എന്ന് പറഞ്ഞൊരു വിധി അവിടെ നിന്നുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സമാധിയാണ്. അപ്പോൾ ഇതിനൊരു എക്സെപ്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഇനിയും കുറേ സമാധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് മറ്റേ നെയ്യാറ്റിൻകര ഗോപൻ്റെ ആറാട്ടും ദൃശ്യം സിനിമയും കൂടി കൊളാബ് ചെയ്ത എന്തോ ഒരു പരിപാടിയാണെന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, കമൻറ്റിൽ കണ്ടതാണ്. അപ്പം നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ അതാണ് ഒരവസ്ഥ. നെയ്യാറ്റിൻകര ഗോപൻ്റെ ആറാട്ടും ദൃശ്യം ത്രീയും കൂടി കൊളാബ് ചെയ്തിറക്കുന്ന ഒരു സാധനമായിട്ടാണ് തോന്നുന്നത്. എന്താണെങ്കിലും ഇത് കാണുമ്പോൾ വിഷമമല്ല, ഒരു സഹതാപവും ഒരു ചിരിയൊക്കെയാണ് വരുന്നത്. കാരണം നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇങ്ങനെയായി പോയല്ലോ, ഇങ്ങനെയും കുറേ പേരുണ്ടല്ലോ, ഇവരെയും പിന്താങ്ങാൻ പിന്നീട് ഒരുപാട് പേരുണ്ടല്ലോ എന്നൊരു ചിന്ത വരുന്നുണ്ട്. അപ്പം ഇവരൊക്കെ നിയമപരമായിട്ട് കാര്യങ്ങൾ പറയുമ്പോഴും ഇവർ വിശ്വാസപരമായിട്ട് വർഗീയത കുത്തിപ്പൊക്കാനാണ് നോക്കുന്നത്. ഇത് കൂട്ട് അലമ്പ് കാര്യങ്ങൾക്കൊന്നും വർഗീയത കുത്തിപ്പൊക്കിയ അതൊന്നും പൊങ്ങുന്ന കാര്യമല്ല എന്നെല്ലാവരും മനസ്സിലാക്കുക. പിന്നെ അവിടെ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം എന്ന് പോലീസ് തിരിച്ചു പോയതെന്ന് വിശ്വസിക്കുന്നു. അല്ലാതെ ഒരു കാലത്തും അത് പൊളിക്കണ്ട, അത് സമാധിയാണ്, അതിനകത്ത് തൊട്ട എൻ്റെ അച്ഛൻ്റെ എല്ലാ പ്രഭയും നഷ്ടപ്പെടും, ഭയങ്കര ശക്തിയുള്ള സാധനം അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. എന്തെങ്കിലും ആവട്ടെ.
അപ്പോൾ എന്താണെങ്കിലും അത് പൊളിക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആളുണ്ടെങ്കിൽ, ഉണ്ടോയെന്ന് അറിയില്ല, ഉണ്ടെന്നാണ് ഇവരൊക്കെ പറഞ്ഞത്. ഇനി പൊളിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആളെ കണ്ടില്ലെങ്കിൽ ഇവർ പറയും പ്രശ്നം കാരണം ആൾ ഉയർത്തെഴുന്നേറ്റ് അങ്ങോട്ടോ പോയി എന്നൊക്കെ പറയും. അല്ലെങ്കിൽ അവിടെ നിന്ന് ഭസ്മായി പോയി എന്നൊക്കെ പറയുന്ന ടീംസാണ്. അതിപ്പോൾ എന്താ പറയുകയെന്ന് അറിയില്ല. അപ്പോൾ ആദ്യത്തെ ഘട്ടം അതിൻ്റെ ഉള്ളിൽ ആളുണ്ടോ എന്ന് നോക്കുകയാണ്. ആളുണ്ടെങ്കിൽ മരിച്ചിട്ടുണ്ടാവും, എന്തായാലും ജീവനോടെ ഉണ്ടാവാൻ സാധ്യതയില്ല. ആളുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് അവിടെ നടത്താനുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഈ മരിച്ച ആളുടെ ഭാര്യ വന്നിട്ടും, അവർക്ക് നല്ല പ്രായമുള്ള സ്ത്രീയാണ്, അവരാണെങ്കിൽ ഓം 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 അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പം ഇവർ പിന്താങ്ങാൻ വന്നവർ ഇത് തന്നെ പറയുന്നത്, പാവം സ്ത്രീ, വൃദ്ധയായ സ്ത്രീ ദൈവനാമമാണ് ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, അവരോടാണോ പോലീസുകാർ ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്, അവരോട് എന്തിനാണ് പോലീസുകാർ ഈ ക്രൂരത കാണിക്കുന്നത് എന്നുള്ള ചോദ്യമൊക്കെയാണ് ചോദിക്കുന്നത്. അത് ആർക്കും ബോധവും ബുദ്ധിയില്ലെങ്കിൽ ഇപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്താണെങ്കിലും സംഭവം കോമഡി ആയിട്ടുണ്ട്, കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ കാണാൻ നല്ല ചേലാന്ന് പറയുന്നത് പോലെ അല്ല ഇതൊരു ആ വീട്ടുകാർക്കും അവരെ പിന്താങ്ങാൻ വന്നേക്കുന്ന എല്ലാവർക്കും വട്ടായിട്ടുള്ള പോലെയാണ് തോന്നിയത്. അപ്പം പിന്താങ്ങലൊക്കെ നടക്കട്ടെ, അവരുടെ പരിപാടി നടക്കട്ടെ. നെയ്യാറ്റിൻകര ഗോപൻ്റെ ആറാട്ട്, ഞാൻ പറഞ്ഞത് ചേട്ടാ കമൻറ്റ് വന്നേ, നമ്മളാ ഗോപൻ സ്വാമിയെ നമ്മൾ ഒരു കാലത്തും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം സ്വാമിയായിട്ട് ജീവിച്ചൊരു മനുഷ്യനാണ്, വൃദ്ധനാണ്. അപ്പം പുള്ളി അവിടെ ആചാരങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നതെന്ന് തോന്നുന്നു. പക്ഷേ അയൽവക്കക്കാരായിട്ട് ഫുള്ള് പ്രശ്നമാണ്. ഇപ്പം ഈ കേരളം മൊത്തമായിട്ട് അവർക്കിപ്പോൾ ഒരു പ്രശ്നമുള്ള പോലെയായി ചേട്ടാ. എന്താണെങ്കിലും കേരളക്കാർ മൊത്തം ഈ വാർത്ത വളരെ കൗതുകത്തോടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും എന്നൊരു ചിന്ത. നോക്കി നോക്കാം.